ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട് ഈ സമയത്ത് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ കൂടെ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നത് പട്ടണത്തിൽ നടക്കുന്ന ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ്. അസാധാരണമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഭാരതത്തിലുടനീളം ദൈവം അയച്ചുകൊണ്ടിരിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ദൈവപ്രവൃത്തി അസാധാരണമായി നമ്മുടെ തലമുറയിൽ നമ്മുടെ ദേശത്തെ കർത്താവ് അയക്കുമ്പോൾ നമ്മുടെ പങ്കെന്ത്, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ത്, നമ്മളെന്താ ചെയ്യേണ്ടത്, നമുക്കൊരു പങ്കുണ്ട്. നമ്മൾ ചിലത് ചെയ്യുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവം ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകിയ ഒരു ദർശനമാണ് ഒരുമിച്ച് ആരാധനയ്ക്കായി നമുക്ക് ഒരുമിച്ച് കൂടാം. സഭാ വ്യത്യാസമില്ലാതെ, സംഘടനാ വ്യത്യാസങ്ങളില്ലാതെ ദൈവകാര്യങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ഉണർവിനെക്കുറിച്ചൊരു ആഗ്രഹം ഹൃദയത്തിൻ്റെ അകത്തുള്ള, അല്ലെങ്കിൽ ദേശം വെടിവയ്ക്കപ്പെടണമെന്നും ദേശത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്നും നമ്മുടെ ഭാരതം യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടണമെന്നൊരു ആഗ്രഹത്തെ ശിരസ വഹിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങളുടെ ഉള്ളിൽ നൽകിയ ദർശനങ്ങളുമായി ഒന്ന് കൂട്ടിയോജിച്ചപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഈ സമയം ദൈവത്തിൻ്റെ സമയമാണ്. വി ആർ ഇൻ കൈറോസ്, ഗോഡ്സ് ടൈമിംഗ്. സോ ദൈവത്തിൻ്റെ സമയത്തെ സെൻസിറ്റീവായി തിരിച്ചറിഞ്ഞ് അതിനോടൊപ്പം ഒന്ന് ടാപ്പ് ഓവർ ചെയ്ത് കയറുവാൻ കൃപയാൽ ദൈവം ഞങ്ങളെ സഹായിച്ചു. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം ദേശത്ത് അയച്ചുകൊണ്ടിരിക്കുന്ന ഉണർവിന് ഭാഗമായി നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇങ്ങനെ നമ്മുടെ കൂടെ ആയിരിക്കുന്ന അഭിഷിക്തന്മാരെല്ലാവരും ചേർന്നാണ് ട്രിവാൻഡ്രത്ത് ദൈവം അനുവദിച്ചാൽ ഈ വരുന്ന ഓഗസ്റ്റ് മാസം 14 തീയതി വൈകുന്നേരം 5 മണി മുതൽ 9 മണി വരെ തിരുവനന്തപുരം ജില്ലയിൽ, കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം ജില്ലയിൽ കൗടിയാർ സെൻട്രൽ പാർട്ടാണ് ഏറ്റവും സെൻറ്ററായിരിക്കുന്ന സ്ഥലം. വളരെ കാതലായ ഒരു സ്ഥലമാണ്. അവിടെ സാൽവേഷൻ ആർമി എന്ന ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് ഒരു വലിയ ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ടുകൾ കണക്ട് ചെയ്ത് നമ്മളൊരു മീറ്റിംഗ് നടക്കുവാണ്. അവിടെ ആയിരക്കണക്കിന് വ്യക്തികൾ, കോവിഡിന് ശേഷം ആയിരക്കണക്കിന് ജനങ്ങൾ, നമ്മൾ പല മീറ്റിങ്ങുകൾ നമ്മളെല്ലാ ചർച്ചകൾ നടത്തുന്നതാണ്. എന്നാൽ സഭകളെല്ലാം ഒരുമിച്ച് ചേർന്ന്, ഡിനോമിനേഷൻ ബാരിയർ ഇല്ലാതെ, സംഘടനകളും വലുപ്പ ചെറുപ്പവും അനുഭവങ്ങളും ഒന്നും നോക്കാതെ കർത്താവിന് വേണ്ടി സ്വർഗം തുറക്കുന്ന ദൈവപ്രവൃത്തിയെ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ വളരെ ആഗ്രഹത്തോടെ ഞങ്ങളൊരു സ്റ്റെപ്പ് എടുക്കുകയാണ്. ഞങ്ങളത് വിശ്വസിക്കുന്നു. അസാധാരണമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഈ പട്ടണത്തിൽ നമ്മുടെ തലമുറയിൽ നമ്മുടെ കണ്ണടയും മുമ്പ് കാണും. നിങ്ങൾക്ക് കടന്നു വരാം. ഈ അടുത്ത ചില നിമിഷങ്ങൾ ഞങ്ങൾ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കണമെന്നും പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണമെന്നും ഇതിനുവേണ്ടി നിങ്ങളും കണക്റ്റാകണമെന്നും പാർട്ടാകണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഈ പ്രോഗ്രാം? ഈ പ്രോഗ്രാമിൻ്റെ പേര് ഹല്ലാൽ വർഷിപ്പ് കോൺസെർട്ട്. എന്താണ് ഈ ഹല്ലാൽ എന്ന് കഥാവരദാസൻ പാസ്റ്റർ പ്രശാന്ത് അവர்கள் നമ്മുടെ കൂടെ ഉണ്ട്. IPC ചർച്ചിലെ പാസ്റ്ററാണ്, മെഡിക്കൽ കോളേജ് സെൻറ്ററിലെ പാസ്റ്ററാണ് ട്രിവാൻഡ്രം ചർച്ചിലെ. അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹം നമ്മോട് അതിനെപ്പറ്റി സംസാരിക്കും. എന്തുകൊണ്ട് ഈ പേര് വന്നു, ഏത് മൂലഭാഷ ഏതാണ് ഹല്ലാൽ എന്ന പദം, അദ്ദേഹം നമ്മോട് സംസാരിക്കും. പ്രൈസ് ലോർഡ്. ഈ ഹലാൽ വർഷിപ്പ് എന്ന് പറയുമ്പോൾ അതിന് മുമ്പായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ചില ആരാധനകളെക്കുറിച്ചുള്ളതാണ്. അതിൽ ഒത്തിരി ഭാഗങ്ങളുണ്ട്. എങ്കിലും നമുക്ക് സമയപരിധി ഉള്ളതുകൊണ്ട് 3-4 ഭാഗങ്ങൾ പറയാം. ഒന്ന് തെഹില്ല, അതുപോലെ തന്നെ യാഥ, ഭാറക് എന്നൊക്കെ പറയുന്ന നിലവാരത്തിൽ ദൈവത്തിനെ ആരാധിക്കുന്ന ദൂതഗണങ്ങളുണ്ട്. അതുപോലെ തന്നെ ദൂതന്മാരിൽ നിന്നും വ്യത്യസ്തമായി ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. അതാണ് സത്യമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. ഒന്ന് യാഥ എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നന്ദി അറിയിക്കുക എന്നുള്ള അർത്ഥമാണ്. ഈ തെഹില്ല എന്ന് പറയുന്നത് ജീവിത വിശുദ്ധിയെക്കുറിച്ച് കാണിക്കുന്നതാണ്. 134 സങ്കീർത്തനം, അങ്ങനെ ഒത്തിരി ഭാഗങ്ങളിൽ ഈ ജീവിത വിശുദ്ധിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ സാറാഫുകൾ, കെരൂബുകൾ, മാലാഹന്മാർ, ദൂതന്മാർ ഇവരെല്ലാം ഇടപെടാതെ ദൈവത്തിനെ ആരാധിക്കുന്നവരാണ്, ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. അപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു ആരാധന ശൈലിയിൽ ഏറ്റവും അധികം സ്വർഗത്തിൽ കേൾക്കുന്ന ഒരു ശബ്ദമാണ് ഈ ഹലാൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പദത്തിനകത്ത് അത് ഹല്ലേലുയ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ എബ്രായർ പദത്തിലേക്ക് വരുമ്പോൾ അത് ഹലാലായിട്ട് മാറുകയാണ്. ഈ ഹലാൽ എന്ന് പറയുന്നത് പ്രൈസ് ഗോഡ്, ദൈവത്തെ സ്തുതിക്കുക. അത് ഈ ഭാഗങ്ങളിൽ നോക്കാൻ നേരത്തെ ഉച്ചത്തിൽ സ്തുതിക്കുക എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ അർത്ഥമെന്ന് പറയുന്നത്. ആർപ്പിടുക എന്നുള്ളതാണ്. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ 150 സങ്കീർത്തനം എന്ന് പറയുന്നത് മുഴുവനും അത് ഹലാൽ സങ്കീർത്തനമാണ്. 150 സങ്കീർത്തനം. കാരണം യെസ്, അതിനകത്ത് പറയുന്ന ഒറ്റ പദമുണ്ട്, യഹോവയെ സ്തുതിപ്പിൻ,
ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പിൻ. അവൻ്റെ ബലമുള്ള ആകാശ വിധാനത്തിൽ അവനെ സ്തുതിപ്പിൻ. അവൻ്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പിൻ. അവൻ്റെ മഹിമാത്തിക്ക് തക്കവണ്ണം അവനെ സ്തുതിപ്പിൻ. കാഹളത്തോടെ അവനെ സ്തുതിപ്പിൻ. വീണയോടും കിന്നരത്തോടും കൂടി അവനെ സ്തുതിപ്പിൻ. തപ്പിനോട് നൃത്തത്തോടും കൂടി അവനെ സ്തുതിപ്പിൻ. തന്ത്രിനാദമുള്ള കുഴലിനോട് കൂടി അവനെ സ്തുതിപ്പിൻ. ഉച്ചനാദമുള്ള കൈത്താളങ്ങളോട് കൂടി അവനെ സ്തുതിപ്പിൻ. അത്യുച്ചനാളമുള്ള കൈത്താളങ്ങളോട് കൂടി അവനെ സ്തുതിപ്പിൻ. ഈ ലാസ്റ്റ് പറയുന്നൊരു ഭാഗമുണ്ട്, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹലാൽ വർഷിപ്പ് എന്ന് പറയുന്നത് തന്നെ സത്യം പറഞ്ഞാൽ ജീവനെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ജീവനെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവൻ ആരാണ്? കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു പദമുണ്ട്, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. ആ ജീവൻ നമ്മുടെ അകത്തളങ്ങളിൽ വരുമ്പോഴാണ് യഥാർത്ഥ സ്തുതി വെളിപ്പെടുന്നത്. യേശുവിനെ സെലിബ്രേറ്റ് ചെയ്യുവാണ്. യെസ്, തീർച്ചയായിട്ടും അതാണ് ഈ ജനറേഷൻ നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇതൊരു ആചാരമല്ല, ഇതൊരു ട്രഡീഷൻ അല്ല. ദൈവത്തിനെ ആരാധിക്കുന്നത് ഒരു അനുഭവമാണ്. ആ ക്രിസ്തുവിൻ്റെ മഹത്വം കണ്ട് ദൈവത്തിനെ ആരാധിക്കുന്ന ഒരു ജനറേഷനാണ് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഈ 14-ാം തീയതി നമ്മുടെ ആ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് കൂടാൻ വേണ്ടി പോകുന്നത്. ആമേൻ. സോ ഇത് ഹലാൽ എന്ന പദത്തെപ്പറ്റി നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടി. സോ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഈവൻ നമ്മുടെ നോട്ടീസുകൾ ലഘുലേഖകൾ കിട്ടുന്നവരുണ്ടാവാം, പോസ്റ്റേഴ്സ് കാണുന്നവരുണ്ടാകാം. അതിൻ്റെ ആ സൈഡിൽ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വന്ന് നമുക്ക് പഠിക്കാൻ പറ്റും, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും എന്താണ് ഈ ഹലാൽ. സെൻട്രൽ പോയിൻ്റ് എന്ന് പറയുന്നത് ആയിരക്കണക്കിന് സഹോദരി സഹോദരന്മാർ ഒരുമിച്ച് പല പട്ടണങ്ങളിൽ നിന്ന് ഒരുമിച്ച് കടന്നു വന്ന് യേശുവിനെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി കഥാപ്രദാസൻ കൊയറിൻ്റെ കാര്യങ്ങളെല്ലാം ലീഡ് ചെയ്യുകയും ഇതിൻ്റെ ആ ദർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം നമ്മോട് സംസാരിക്കും. പാസ്റ്റർ സിബി തങ്കച്ചൻ അവர்கள். ഓഗസ്റ്റ് മാസം 14-ാം തീയതി നമ്മൾ ഏകദേശം ഈ കൊയറിനകത്ത് തന്നെ 1000 ക്രൈസ്തവ ഗായകരുണ്ട്. അതുപോലെ തന്നെ ആ 1000 ക്രൈസ്തവ ഗായകർ ഉള്ളപ്പോൾ തന്നെ കേരളത്തിൽ വളരെ പ്രസിദ്ധമായ ഗാനങ്ങൾ എഴുതിയ വർഷിപ്പ് ലീഡേഴ്സായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തന്മാരും ആ കൊയറിൽ ശുശ്രൂഷിക്കുന്നുണ്ട്. 1000-ഓളം ക്രൈസ്തവ ഗായകരെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഏകദേശം 2000-അടുപ്പിച്ച ആളുകൾ അതിനകത്ത് ഇപ്പോൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല 1000 ക്രൈസ്തവ ഗായകർ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുകയും വർഷിപ്പേഴ്സ് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ വളരെ മനോഹരമായ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മനോഹരമായ പ്രാക്ടീസ് നടക്കുകയും അപ്പോൾ തന്നെ അതിൻ്റെ പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എല്ലാ ദിവസവും പ്രാർത്ഥനകൾ, സൂമിലൂടെയുള്ള പ്രാർത്ഥനകൾ, അതിനു വേണ്ടിയിട്ടുള്ള സൂമിലൂടെയുള്ള പ്രാർത്ഥന എല്ലാ ദിവസവും നടക്കുന്നു. മാത്രമല്ല എല്ലാ ദിവസവും ചെയിൻ ഫാസ്റ്റിംഗ് പ്രയറായിട്ട് അനേകർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല പ്രാർത്ഥനകൾ, മുഴുരാത്രി പ്രാർത്ഥനകൾ ഒക്കെ ഇതിനുവേണ്ടി ഇതിൻ്റെ പിമ്പിൽ വളരെ ശക്തമായിട്ട് നടക്കുകയാണ്. അങ്ങനെ 1000 പേരിലധികം ആളുകൾ ഇപ്പോൾ നമ്മുടെ കൊയറിലുണ്ട്. കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു മീറ്റിംഗ് നടക്കുന്നത്, ഇങ്ങനെയൊരു വളരെ മനോഹരമായ ഒരു ആരാധന നടക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയൊരു യോഗം ക്രമീകരിക്കാൻ കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്തതിനും ഞങ്ങൾക്ക് ദൈവത്തോട് നന്ദിയുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് വളരെ പ്രതീക്ഷയിലാണ്. പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്ന ആ വലിയ ദൈവപ്രവർത്തിക്കായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. വളരെ ആകാംക്ഷയും പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, കൊയറിനെ കുറിച്ച് പറയുമ്പോൾ യോശുവയോട് ദൈവം പറഞ്ഞു, യെരിഹോ പട്ടണത്തെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ദൈവം പറഞ്ഞ ആലോചനയെ ശിരസാ വഹിച്ചുകൊണ്ട് ഈ മനുഷ്യൻ അറിയാമെന്നുള്ളത് എന്തെന്നറിയോ? വാളും പരിചയമെടുത്ത് യുദ്ധം ചെയ്യാൻ തുടങ്ങുമ്പോൾ തമ്പുരാൻ പറഞ്ഞ് ഈ യുദ്ധം വാളുകൊണ്ടല്ല, അധരം കൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള രഹസ്യം, ദൈവം നൽകിയിരിക്കുന്ന സ്ട്രാറ്റജി, ദൈവം നൽകിയിരിക്കുന്ന ജ്ഞാനം. അപ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയ ആ ആലോചനയെ ശിരസ വഹിച്ചുകൊണ്ടാണ് ഈ പ്രോഫറ്റിക്കൽ വാർഫെയർ വർഷിപ്പ് നടക്കുന്നത്. ദാസൻ നമ്മളോട് സംസാരിക്കും, ഏതൊക്കെ ജില്ലയിൽ നിന്ന് വരുന്നു, എങ്ങനെയൊക്കെ ആ ജില്ലയിൽ നിന്നുള്ള റെസ്പോൺസുകൾ ഉണ്ടായിരുന്നു. നമ്മളിവിടെ സംസാരിച്ച പോലെ ഈ ഹലാൽ വർഷിപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കേരളത്തിലെ 12 ഡിസ്ട്രിക്റ്റുകൾ ഞങ്ങൾ യാത്ര ചെയ്തായിരുന്നു. ഈ 12 ഡിസ്ട്രിക്റ്റുകളിൽ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ ഒരു ആരാധനയെക്കുറിച്ച് ഞങ്ങൾ ജനത്തോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു പുതിയ അനുഭവമായിരുന്നെങ്കിൽ തന്നെ വളരെ ആകാംക്ഷയോടെയാണ് ആൾക്കാരെല്ലാം അക്സെപ്റ്റ് ചെയ്തത്. ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ടായിരുന്നു. എല്ലാ ഡിസ്ട്രിക്റ്റ്, ഈവൻ കാസർഗോഡ് വരെ ഞങ്ങൾ പോയ സമയത്തൊക്കെ അവിടുത്തെ ചർച്ചിലുള്ള ഓരോ മെമ്പേഴ്സാകട്ടെ, ചർച്ച് ലീഡേഴ്സാകട്ടെ, അവർ ഇതിന് നല്ലൊരു റെസ്പോണ്ടാണ് തന്നത്. അപ്പോൾ
അപ്പോൾ അതിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരളം മുഴുവനും ഇങ്ങനൊരു ആരാധനയ്ക്ക് വേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആരാധന പട്ടണത്തിൻ്റെ നടുവിൽ കാലങ്ങൾ കൊണ്ട് ദൈവസഭ ദൈവജനമൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വലിയ ദൈവപ്രവൃത്തികളുടെ ഒരു പ്രവേശനം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരു എൻട്രൻസ് തുറക്കപ്പെടുന്ന ഒരു ആരാധനയാണ്. ഇവിടെ CB പാസ് ഓർപ്പിച്ച പോലെ ആയിരക്കണക്കിന് വർഷിപ്പേഴ്സാണ്. ഞങ്ങളിതിനെക്കുറിച്ച് പ്രാരംഭ സമയങ്ങൾ ചിന്തിക്കുമ്പോൾ സാധ്യമാണോ എന്ന് ഞങ്ങൾക്ക് വളരെ സംശയമുണ്ടായിരുന്നു. കാര്യം ഒരു ചെറിയൊരു കൂട്ടത്തെ കൊണ്ടുവരാൻ പോലും പലപ്പോഴും നമ്മൾ സ്ട്രഗിൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ 1000 വർഷിപ്പ് ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് സാധ്യമല്ലായിരുന്നുവെങ്കിലും ഇതിൻ്റെ പിന്നിൽ ഒരു കൂട്ടം അഭിഷേകന്മാർ, ഞങ്ങളെ ഉടങ്ങുന്ന ദൈവദാസന്മാർ, ഞങ്ങളെ കൂടെ ഒത്തിരി ദൈവദാസന്മാരുണ്ട്. ഇവരെല്ലാവരും ഈ ദർശനത്തെ പലരിലേക്കും കൈമാറിയപ്പോൾ ഇപ്പോൾ 1000 അല്ല 1500-ലധികം ആൾക്കാരായിട്ടുണ്ട്. നമ്മുടെ ക്രിസ്ത്യൻ ഗാന കൈരളിയിൽ ദൈവശക്തമായി ഉപയോഗിക്കുന്ന മ്യൂസീഷ്യൻസുണ്ട്. നമുക്കിന്ന് അവൈലബിൾ ആകുന്ന എല്ലാ തരത്തിലും വാദ്യ ഉപകരണങ്ങളും ഈ കോൺസേർട്ടിനകത്ത് ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അവരെല്ലാവരും ശുശ്രൂഷയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു കൂട്ടം അഭിഷിക്തന്മാരാണ്. അപ്പോൾ തന്നെ നമ്മളെ ഈ ഹലാൽ വർഷിപ്പിന് വേണ്ടി നമ്മൾ പ്രത്യേകം കൊയറിന് വേണ്ടിയിട്ട് പ്രത്യേക ഡ്രസ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യും. ഡ്രസ് കോഡൊക്കെ ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ സ്റ്റേജുകൾ തന്നെ അറേഞ്ച് ചെയ്യപ്പെടുന്നത്. ഈ ആരാധനയ്ക്ക് പങ്കെടുക്കുന്നവർക്ക് ഒരു കാഴ്ചവസ്തു ഒന്നല്ല, അതിനപ്പുറമായി ഒരു ഒരുമയുടെ ഡ്രസ് കോഡാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ മീറ്റിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ദൈവദാസന്മാരെ ഓണർ ചെയ്യുന്നുണ്ട്. കാര്യം ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിക്കുകയും പല വ്യക്തികളും തന്നെ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ അഭിഷിക്തന്മാർ, നമ്മളെപ്പോലെ ഉള്ള പല വ്യക്തികളുടെയും പ്രായത്തേക്കാൾ കർത്താവിൻ്റെ വേലയിൽ അധ്വാനിച്ച വ്യക്തികൾ, ഓടിക്കൊണ്ട് വ്യക്തികൾ, ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന വ്യക്തികൾ. ഈ ദൈവദാസന്മാരെ നമുക്ക് എല്ലാവരെയും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചില വ്യക്തികൾക്ക് വരാൻ ഉള്ള സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകാം. എന്നാൽ പറ്റുന്ന രീതിയിൽ ഇങ്ങനെയും പല മേഖലകളിൽ പ്രയോജനപ്പെടുന്ന വ്യക്തികൾ, ഒരുപക്ഷെ പാസ്റ്ററൽ മിനിസ്ട്രി ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രാമസുശീകരണമായിരിക്കാം, പരസ്യങ്ങളായിരിക്കാം, മിഷനറി പ്രവർത്തനങ്ങളായിരിക്കും, ആതുര സേവനങ്ങളായിരിക്കും. ഈ മേഖലകളെല്ലാം ദൈവം പ്രയോജനപ്പെടുത്തുന്ന അഭിഷിക്തന്മാരുമായി അവരെ ഈ മീറ്റിങ്ങിൽ കൊണ്ടുവരും. അതിനെപ്പറ്റി പാസ്റ്റർ കെ തോമസ് അവർക്ക് നമ്മോട് സംസാരിക്കും. സുവിശേഷ വയലിൽ ദീർഘവർഷങ്ങളായി നിത്യതയുടെ വിത്ത് ചുമക്കുന്ന വളരെ ആദരണീയരായ അഭിഷിക്തന്മാരുണ്ട്. അതുപോലെ വളരെ ശക്തമായി കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിന്നിട്ട് എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയുടെ മണ്ണിൽ ആത്മാക്കളെ നേടുന്നതിൽ രക്തസാക്ഷിയായിട്ട് മരിച്ചെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പ്രിയ വിൽസനങ്ങളിൻ്റെ വൈഫ് പ്രിയ സുജ വിൽസൺ, ദൈവദാസൻ ചെയ്യുന്ന അതേ പ്രവൃത്തി 2 ആൺമക്കൾ ഇന്ന് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉത്തരഭാരതത്തിൽ അനേക ഗ്രാമങ്ങളിൽ അവർ പവർ മീറ്റിങ്ങുകൾ നടത്തുന്നു. പരശുവിക്കൽ അവിടെ ഒരു മീറ്റിങ്ങുകൾ നടത്തി മിഷണറിമാരെ വടക്കേന്ത്യയിലേക്ക് അയക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കർത്തൃദാസിമാരെ അവരെയൊന്നും ആരും അറിയാതെ ഏതോ ഈ നമ്മുടെ കേരളത്തിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ മൂലയിൽ താമസിക്കുകയാണ്. പക്ഷെ അവരെയൊക്കെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് പറയാൻ ഒരു ആദരവ് മനസ്സിലേക്ക് കടന്നു വന്നൊരു കാര്യമാണ്. അതുപോലെ അപ്പോസ്തലിക ദൈവസഭയുടെ അമരക്കാരനായിരുന്ന ജെറമ്യാ സുന്ദരം അവരുടെ സഹധർമ്മിണി ബീന ജെറമ്യാ സുന്ദരം, ആ ദൈവദാസി ഇന്നും വളരെ ധീരമായിട്ട് ആ പ്രസ്ഥാനത്തെ മുൻപിൽ നിന്നൊക്കെ നയിക്കുന്നു, അനേക കർത്തൃദാസന്മാരോട് ചേർന്ന് നിന്ന്. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ. അതുപോലെ 2 കണ്ണിനും കാഴ്ചയില്ലാത്ത പാസ്റ്റർ തോമസ് അമരവിള, ആ കർത്താവിൻ്റെ ദാസൻ എല്ലാ ദിവസവും രാവിലെ കാട്ടാക്കടയിൽ വരും. അദ്ദേഹം 10-11 മണി തൊട്ട് ഏതാണ്ട് ഒരു 4 മണി വരെ പല സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആ വടിയും ഇങ്ങനെ തപ്പി ഒരു ചെറിയ മൈക്ക് സെറ്റുണ്ട്, അതുകൊണ്ട് വെച്ച് പരസ്യവും നടത്തുക. നമുക്ക് ഈ ചെയ്യുന്ന പ്രവർത്തനത്തിനൊന്നും ഇവിടെയല്ല പ്രതിഫലം, സ്വർഗത്തിലാണ്. പക്ഷേ ഭൂമിയിൽ അങ്ങനെ ചെയ്യുന്നവരെ നമ്മൾ കൊണ്ടുവരണം തീർച്ചയായിട്ടും. അതിൻ്റെ പ്രധാനമായ കാരണം അടുത്തൊരു തലമുറയ്ക്ക് ഒരു മെസ്സേജ് നമ്മൾ പാസ് ചെയ്യുകയാണ്.
അല്ലേ? തീർച്ചയായിട്ടും. അടുത്തൊരു തലമുറ സുവിശേഷത്തിന് വേണ്ടി എഴുന്നേൽക്കുവാൻ ഈ മുഖ്യധാര നിൽക്കുന്ന ദൈവദാസന്മാരെ നമ്മളിങ്ങനെ ആദരിക്കുമ്പോൾ അവരിപ്പം ചില 70 വയസ്സുള്ളവരുണ്ട്, ഇതിൻ്റെ അകത്ത് 75 വയസ്സുള്ളവരുണ്ട്. ഇനിയും ഇത് കാണുന്ന തലമുറ സുവിശേഷത്തിന് വേണ്ടി അവർ ഈ വയലിലേക്ക് ഇറങ്ങാനുള്ളൊരു പ്രചോദനം, ഒരു ബാറ്റേണ്ട കൈമാറ്റമാണ് ഇവിടെ. അതൊരു വലിയൊരു ഒരു അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയായിരിക്കും തീർച്ചയായിട്ടും. 60 വർഷം സുവിശേഷ വേലയിൽ. അതെ, 60 വർഷം. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ആർക്കും ആ പ്രായം പോലും ഇല്ല. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് 60 വർഷം സുവിശേഷ വേല ചെയ്യുക, സുവിശേഷ വേലയിൽ അധ്വാനിക്കുന്ന ഒരു അഭിഷിക്തൻ. ഇതൊക്കെ എന്ത് സന്തോഷമാണ്. ഇവരെയൊക്കെ ഒന്ന് കാണാൻ, അവരുടെ ഒരു കൈവെപ്പ് കിട്ടാൻ, പ്രാർത്ഥിക്കാൻ, അവരൊരു മനസ്സാൽ നമ്മെ ഒന്ന് അനുഗ്രഹിക്കും. ഈ തലമുറകൾ, പ്രത്യേകിച്ച് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന യൂത്ത്, നിങ്ങൾ ഇത് മിസ് ചെയ്യരുത്. നിങ്ങളുടെ മേൽ ഒരു ഭയങ്കര നിയോഗത്തെ പരിശുദ്ധാത്മാവ് പകരും. ഈ തലമുറയിൽ താങ്കൾ എഴുന്നേൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ മീറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം സംഗീത ശുശ്രൂഷയാണ്, ആരാധനയാണ്. നമുക്ക് പാടി ആരാധിക്കാനെല്ലാം പാട്ടുകൾ, 100 കണക്കിന് പാട്ടുകൾ ദൈവം ആത്മാവിനാൽ നൽകിയ അഭിഷിക്തന്മാരുടെ, അവരുടെ ഉള്ളിൽ ദൈവം നൽകിയ ലിറിക്സുകളാണല്ലോ നമുക്ക് പാടി ആരാധിക്കാൻ പറ്റിയ. ആ ദൈവദാസന്മാരെയും നമ്മൾ ഈ മീറ്റിങ്ങിൽ ഇവിടെ അവർ നമ്മൾ ആദരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ അവർ ഇതിനകത്ത് പങ്കെടുക്കും. അവരെല്ലാം സന്തോഷത്തോടെ ഒരുമിച്ച് ആരാധിക്കാൻ കടന്നു വരും. അതേപ്പറ്റി പാസ്റ്റർ രഞ്ജി ജോൺ അവരുകൾ നമ്മോട് സംസാരിക്കും. അതെ, കേരള ക്രൈസ്തവ ഗാനകൈരളിക്ക് നിരവധി ഗാനങ്ങൾ സമ്മാനിക്കുകയും അതിന് ഈണം നൽകുകയും ചെയ്ത ദൈവദാസന്മാരെ, സഹോദരങ്ങളെ നമ്മൾ ആദരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്രൈസ്തവ രംഗത്ത് ഒരുപാട് യുവതലമുറകൾക്ക് പ്രചോദനമായി അനേകരെ ദൈവസാന്നിധ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന മീഡിയയുടെ പ്രവർത്തനങ്ങളെ നമ്മൾ വിലയിരുത്തി പ്രത്യേകിച്ച് ഹാർവസ്റ്റ് ടിവിയെയും നമ്മൾ ആദരിക്കുന്നുണ്ട്. അതുപോലെ നിരവധി വ്യക്തിത്വങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ മിസ് ചെയ്യരുത്. ഞങ്ങൾ വളരെ തിരക്കുള്ളവരാണെങ്കിലും ഈ ഒരു ദർശനം ഞങ്ങളുടെ അകത്ത് വന്നതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് നിങ്ങളെ ഈ വിവരങ്ങൾ അറിയിക്കുന്നത്. നിങ്ങൾ നിശ്ചയമായും ഓഗസ്റ്റ് മാസം 14-ാം തീയതി നിങ്ങൾ കൃത്യമായി അവിടെ എത്തണം. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലുള്ള സൗണ്ട് സിസ്റ്റം, ലൈറ്റിങ്സ്, ക്രമീകരണങ്ങൾ, നിങ്ങൾക്ക് അതൊരു മോഡേൺ എന്ന് തന്നെ വിശേഷിപ്പിക്കാം, കുഴപ്പമില്ല. കാര്യം നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ മേഖലകളിലും നമുക്ക് നല്ല രീതിയിൽ ദൈവം നൽകിയിരിക്കുന്ന ഈ ടെക്നോളജിയെ നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതെ, ഏറ്റവും നന്നായിട്ട് ചെയ്യണം, ഏറ്റവും മനോഹരമായി ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഇത് പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർ നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. നമുക്കറിയാം, പ്രത്യേകിച്ച് നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമാണ്. ഇന്ന് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമത്വത്തിൽ എന്തെല്ലാം അരാജകത്വമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് ചിന്തിക്കാൻ പറ്റുന്നില്ല. കുടുംബങ്ങൾക്ക് തകർച്ച ഉണ്ടാകുന്നു, കുടുംബജീവിതങ്ങൾക്ക് വിള്ളലുണ്ടാകുന്നു, ഒരു ഡിപ്രഷനിലും മലമേഖലകളെല്ലാം പിന്മാറിപ്പോകുന്ന മേഖല. ഇപ്പോൾ ഈ മേഖലയിൽ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി ഒരു അവയർനെസ് നൽകുകയും ക്രൈസ്തവ സമൂഹം ഈ എന്താ പറയുക, ഈ ഡ്രഗ്സ് അല്ലെങ്കിൽ എന്താ പറയുക, ഇതിനെല്ലാം സേ നോ ടു ഡ്രഗ്സ് എന്നൊരു പ്രഖ്യാപനം ഞങ്ങൾ ദേശത്തോടൊപ്പം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അരാജകത്വം എല്ലാം ദേശത്തു നിന്ന് മാറണമെന്ന് എന്ന മുദ്രാവാക്യത്തിന് ഞങ്ങളും കൂടെ നിൽക്കുകയാണ്, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് എന്നുള്ള ഒരു ആഹ്വാനത്തോടെ ഡിക്ലറേഷൻസ് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പാസ്റ്ററിനെ പറ്റി ഒന്ന് സംസാരിക്കാമോ? സൗത്ത് ഇന്ത്യയിലെ പാരൻസാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മക്കളെക്കുറിച്ച് കൺസേൺ ഉള്ള പാരൻസ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിലും നമ്മുടെ പട്ടണങ്ങളിലുമൊക്കെ വളരുന്ന കുഞ്ഞുങ്ങളെ ആ പാരൻസ് എന്തുമാത്രം പ്രതീക്ഷയോടെ വളർത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അങ്ങനെ പ്രതീക്ഷയോടെ വളർത്തുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ കലാലയങ്ങളുടെ സമീപങ്ങളിലും പല സ്ഥലങ്ങളിലുമൊക്കെ ഡ്രഗ്സിൻ്റെ വിതരണവും അതിന് അടിമപ്പെട്ടിരിക്കുന്ന ധാരാളം കുഞ്ഞുങ്ങളും അത് പുറത്ത് പറയാൻ കഴിയാത്ത ധാരാളം പേരൻസും അഭിമാനം നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ടിട്ട് അവരെന്ത് ചെയ്യണമെന്ന് വ്യാകുലപ്പെടുന്ന പല പേരൻസും ഒരു പരിധിവരെ ഇന്നത്തെ നമ്മുടെ ഗവൺമെൻറ് പോലും അതിൻ്റെ പരമാവധി ഇത് കാര്യങ്ങളിലൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് പോലും ഇതിനെ ഒരു പരിധിയിൽ ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ തലമുറയെ ഡ്രഗ്സിൽ നിന്ന് വിടുവിക്കാൻ യേശുവിന് മാത്രമേ കഴിയൂ. തീർച്ചയായിട്ടും ഈ മീറ്റിങ്ങിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അഭിഷിക്തന്മാരും പ്രാർത്ഥനയോടെ ആഗ്രഹിക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഈ ടീനേജ് കുഞ്ഞുങ്ങളെയൊക്കെ ഇതിനകത്തുള്ള ഒരു വലയത്തിനകത്താക്കി
100% അത്തരത്തിലുള്ള അനുഭവങ്ങളിൽ അവർ ബന്ധിക്കപ്പെടുമ്പോഴാണ് പാരൻസും ടീച്ചേഴ്സും ഒക്കെ അറിയപ്പെടുന്നത്. പക്ഷേ ആ നിലകളിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് സഭകൾക്കും ദേശത്തിനും പട്ടണത്തിനൊരു വലിയ വിടുതലാകും എന്ന് പൂർണ്ണമായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാ പേരൻസും നിങ്ങളുടെ മക്കളുമായിട്ട് കുടുംബമായിട്ട് നിങ്ങൾ പങ്കെടുക്കുക. ആ ദിവസം നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ പങ്കെടുത്ത് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഈ കാണുന്ന ഓരോ കാര്യങ്ങളും അടുത്തൊരു തലമുറയിലേക്ക് കാര്യങ്ങൾ പാസ് ചെയ്യത്തക്ക നിലകളിലുള്ള വലിയ ഒരു ദൈവപ്രവൃത്തിക്ക് നമുക്ക് ഉറപ്പായിട്ടും തയ്യാറാകാം. തീർച്ചയായിട്ടും ഡ്രഗ്സിന് അടിമപ്പെട്ട ഫാമിലീസിലോ നിങ്ങളുടെ പരിചയത്തിലുള്ളവരെയൊക്കെ ഈ മീറ്റിങ്ങിൽ കൊണ്ടുവരിക. ഞങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം അവിടെ ഉണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ കരം അവിടെ പ്രവർത്തിക്കും. നിങ്ങളുടെ മക്കൾ കർത്താവിന് വേണ്ടി ദൈവരാജ്യത്തിൽ പിന്നിലല്ല മുൻപന്തിയിൽ നിന്ന് അധ്വാനിക്കുന്നവരായി മാറും. അങ്ങനെ ഭാരപ്പെടുന്ന പാരൻസിനോടും ഫാമിലി മെമ്പേഴ്സിനോടും ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കുന്നു. ഉറപ്പായിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക. ദൈവം ഒരു പ്രവൃത്തി തീർച്ചയായിട്ടും അയക്കും. ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രസംഗങ്ങളിൽ കൂടെയല്ല ഇത് അവതരിപ്പിക്കുന്നത്. ഇത് കൊറിയോഗ്രഫി, സ്കിറ്റുകൾ, ഇന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആനുകാലിക പ്രസക്തിയുള്ള ചില വിഷ്വൽ ട്രീറ്റ്സ് എല്ലാം ഇവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ സാങ്കേതികമായ മീഡിയ ഒക്കെ ഉപയോഗിച്ചാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത്. അതിനെപ്പറ്റി പാസ്റ്റർ ജെയ്സൺ അവർ നമ്മോടൊന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. ഈ ഹലാൽ വർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ വർഷിപ്പിനാണ് നമ്മൾ പ്രധാനമായിട്ടും പ്രാധാന്യം കൊടുക്കുന്നത്. ആരാധന എന്നുള്ളതാണ് മുഖ്യമായിട്ടും നമ്മുടെ ലക്ഷ്യം. അപ്പോൾ തന്നെ എനിക്കും സംസാരിച്ച ദേവദാസൻ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ഡ്രഗ്സിന് അടിമപ്പെട്ട ഒരു ഇന്നത്തെ തലമുറ ആ ഒരു നിലയിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ അതിൽ നിന്നൊരു മോചനം അവർക്ക് ലഭിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ അതിനകത്ത് നമുക്കുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന അങ്ങനെ ഒരു വിടുതൽ നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തന്നെ ആ ഒരു നിലയിൽ അവരെ ഒന്ന് ബോധവാന്മാരാക്കുന്ന നിലയിലുള്ള സ്കിറ്റുകൾ, അതുപോലെ കോറിയോഗ്രഫി, പ്രത്യേകിച്ച് ഒരു പ്രസംഗത്തിനപ്പുറത്ത് യൗവനക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള സ്കിറ്റുകൾ കോറിയോഗ്രഫീസിനൊക്കെ സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. മുൻകാലങ്ങളിലൊക്കെ പലരും അങ്ങനെ അതിലൂടെ ഒത്തിരി പേര് അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതായിട്ട് നമുക്ക് സാക്ഷ്യങ്ങൾ ഒക്കെ കേൾക്കാനിടയായിട്ടുണ്ട്. അങ്ങനെ ഈ ലഹരിയുടെയൊക്കെ അടിമത്തിൽ നിന്ന് മോചനം പ്രാപിച്ച ചിലരുടെ സാക്ഷ്യങ്ങൾ ഒക്കെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളവിടെ ക്രമീകരിക്കുന്നുണ്ട്. അങ്ങനെ നിശ്ചയമായിട്ടും ഇത് വരുന്നവർക്ക് ആരാധനയുടെ സന്തോഷം, അപ്പോൾ തന്നെ ഒരു കാഴ്ചയ്ക്കും വളരെ ഭംഗിയുള്ള ഒരു പ്രോഗ്രാമായിരിക്കും ഈ ഹലാൽ വർഷിപ്പ് കോൺസെർട്ട് എന്ന് പറയുന്നത്. വചനം പറയുന്നു, നിങ്ങളുടെ ദേശത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പിൻ, നിങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദേശത്തെ ഹൃദയത്തെ ചുമക്കുക. നമ്മളെ ഭരിക്കുന്ന നേതാക്കന്മാരെ നമ്മുടെ ഹൃദയത്തിൽ ചുമന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുമ്പോൾ ദൈവമഹത്വം നമ്മുടെ ദേശത്ത് വെളിപ്പെടും. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. നമ്മുടെ ഭാരതത്തെ നമ്മൾ സ്നേഹിക്കുന്നവരാണ്. എന്തൊക്കെയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെല്ലാം, സ്കൂളിൽ പഠിച്ചവരെല്ലാം ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദർ, ഇതൊക്കെ നമ്മൾ പ്രതിജ്ഞ ചെയ്തവരാണ്. അത് വാസ്തവമായ ഹൃദയത്തിൽ ദൈവമേ നമ്മുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ, ഇന്ത്യയെ അങ്ങ് ആശീർവദിക്കണമേ എന്ന് നമ്മൾ ആയിരക്കണക്കിന് നമ്മുടെ കൂടി വരുന്ന ഈ കൊയർ മാത്രമല്ല കേട്ടോ, 10,000-കണക്കിന് വ്യക്തികൾ, വിശ്വാസികൾ, സമൂഹങ്ങൾ പല സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ജില്ലകളിൽ നിന്നെല്ലാം കടന്നു വരുന്നു, ചേർന്ന് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് ബോബി പാസ്റ്റർ അവർ നമ്മൾ സംസാരിക്കും. പ്രൈസ് ലോർഡ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 700 ഭാഷകളാൽ, വളരെ വൈവിധ്യമാർന്ന സംസ്കാര സമ്പന്നതകളാലും മതേതര സ്വാതന്ത്ര്യത്തോടുകൂടെ നമ്മൾ ഇടപെടുന്ന, നാം ജനിച്ചു വളർന്ന ഇന്ത്യക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാകുന്നു എന്നുള്ളത് സുവിശേഷ വേലയിൽ ആയിരിക്കുന്ന എല്ലാവർക്കും അത് കൃത്യതയോടെ നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ സഭകളുടെയും അതുപോലെ തന്നെ പലവിധ ഡിനോമിനേഷനുകളുടെയും അതിരുകളെ കടന്ന് ഒരു പ്രാർത്ഥനാ സംഗമമായി ഈ ആരാധന വർഷിപ്പിൽ നമ്മൾ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ ഒരു വലിയ കടമയും ദൗത്യവുമായി നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ആരംഭിക്കുകയാണ്. ഒരു വലിയ ഉണർവ് ഇവിടെ നിന്ന് ആരംഭിച്ച് ലോകരാജ്യങ്ങളിലെല്ലായിടത്തും അത് എത്തപ്പെടേണ്ടതിനും 700 ഭാഷകളാൽ നമ്മുടെ ഇന്ത്യ അലങ്കൃതമായിരിക്കുന്നു. 144 കോടി ജനവും അതുപോലെ 28 സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ 6,59,000 ഗ്രാമങ്ങളും നമ്മുടെ ഇന്ത്യയിൽ നിലകൊള്ളുമ്പോൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു വലിയ കടമ നമുക്കുണ്ട്. നമുക്കൊരുമിച്ച് ഈ വർഷിപ്പിനകത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു വലിയ അഗ്നി, ഒരു വലിയ പ്രാർത്ഥനയാൽ, ഒരു വലിയ സ്പിരിച്വൽ ഫയർ ഇന്ത്യയിലേക്ക് കത്തട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ
ഇത് നമുക്കറിയാം, ഈ ഹലാൽ വർഷിപ്സിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുന്നു. ഇതിൻ്റെ ലോജിസ്റ്റിക്സാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ ഈ 4 മണിക്കൂർ ഈ പ്രോഗ്രാം അവിടെ നടക്കുമ്പോൾ അവിടുത്തെ പാർക്കിംഗ് ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാനൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകും. പാർക്കിങ്ങിന് സൗകര്യം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ബസ്സൊക്കെ വന്നു കഴിഞ്ഞാലുള്ള സാഹചര്യം ഉണ്ടാകുമോ, പാസ്റ്റേഴ്സിന് ചർച്ചുകളെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീൻ കാണുന്ന നമ്പറുമായിട്ട് ഞങ്ങളോട് കണക്ട് ചെയ്യും. അത് കണക്ട് ചെയ്ത് ഞങ്ങളോട് ബന്ധപ്പെടാൻ പറ്റും. നിങ്ങൾ നേരത്തെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള പോസിബിലിറ്റീസൊക്കെ ഞങ്ങൾ ഒരുക്കുവാനായി ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞ പല സ്ഥലങ്ങളിലും പാർക്കിംഗ് ഫെസിലിറ്റീസ് മാത്രമല്ല, അക്കോമഡേഷനൊക്കെ ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക്, തലേദിവസം വരുന്നവർക്ക് അക്കോമഡേഷൻ്റെ ഫെസിലിറ്റീസൊക്കെ ക്രമീകരിക്കപ്പെടണമെങ്കിൽ ഞങ്ങളോട് നേരത്തെ അത് ഒന്ന് ഇൻഫോം ചെയ്യണം. അതിനുവേണ്ടിയുള്ള നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ, ചിലപ്പോൾ ചില ചർച്ചുകളിലൊക്കെ ആയിരിക്കാം അക്കോമഡേഷൻസ്, പല ചർച്ചുകൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് അവിടെയെല്ലാം അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുവാനായി ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദിവസത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, സഭ പ്രാർത്ഥിക്കണം, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ, ക്ലൈമറ്റ് അനുഗ്രഹമായി തീരുവാൻ, ശബ്ദവും വെളിച്ചമെല്ലാം നിയന്ത്രിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ പാർക്കിങ്ങിൻ്റെ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെ ചെയ്തിരിക്കുന്നു എന്നൊക്കെ കർത്താവദാസൻ പാസ്റ്റർ അനീഷ് കട്ടപ്പന നമ്മളോട് സംസാരിക്കും. വിവിധ നിലയിൽ മീറ്റിങ്ങിനായി കടന്നു വരുന്ന പ്രിയമുള്ളവർക്ക് ഉള്ള പാർക്കിംഗ് ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ ഗേറ്റ് നമ്പർ 1 സീനിയറായ പാസ്റ്റേഴ്സുമാർ, രാഷ്ട്രീയ സാംസ്കാരിക നിലയിൽ വിവിധ വകുപ്പുകളിലുള്ള പ്രിയമുള്ളവർ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതുകൊണ്ട് അവർക്കുള്ള വാഹനങ്ങൾ പാർക്കിംഗ് ഇടമാണ് ഗേറ്റ് നമ്പർ 1. അപ്പോൾ തന്നെ ഗേറ്റ് നമ്പർ 2 ഈ ഹലാൽ വർഷിപ്പുമായി ബന്ധപ്പെട്ട സീനിയർ ദൈവദാസന്മാർ, ഇതിൻ്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രിയമുള്ള ഒഫീഷ്യലായ അഭിഷിക്തന്മാർക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ ഗേറ്റ് നമ്പർ 3 കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ തോമസ് അവരുകളൊക്കെ ഓർപ്പിച്ചതുപോലെ ആദരിക്കുന്ന, അന്നത്തെ ദിവസം ആദരിക്കപ്പെടുന്ന കർത്താവിൻ്റെ ദാസന്മാരെ, പാട്ടുകൾ എഴുതിയവർ, അവർക്ക് പാർക്കിങ്ങുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. പാർക്കിംഗ് നമ്പർ 4 വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ബൈക്കിൽ വരുന്ന പ്രിയമുള്ളവർക്ക് വാഹനങ്ങളെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ്. പാർക്കിംഗ് നമ്പർ 5 ഈ കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്ന് കടന്നു വരുന്ന ടൂറിസ്റ്റ് ബസ്സുകൾ, കാറുകൾ ഒക്കെ പാർക്ക് ചെയ്യാനുള്ള ക്രമീകരണങ്ങളും അവിടെയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു ആത്മഭാരം നമ്മുടെ മേൽ വ്യാപരിക്കുവാനിടയാകട്ടെ. പ്രാർത്ഥനയാണെല്ലാം. ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ടാണ്. ദൈവം നമ്മളെ സഹായിക്കണം. ഇതിനകത്ത് മനുഷ്യന് പുകഴാനൊന്നുമില്ല, മനുഷ്യന് പ്രശംസിപ്പാനൊന്നുമില്ല. നിങ്ങളെപ്പോലെ ഞങ്ങളും എക്സൈറ്റഡാണ്. സത്യത്തിൽ ഞങ്ങൾ ഒരു ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ദേശം വിടുവിക്കപ്പെടുവാൻ, ദേശം യേശുവിനാൽ സൗഖ്യമാകുവാൻ, ദേശത്തിൻ്റെ മേൽ കർത്താവിൻ്റെ മഹത്വം വ്യാപരിപ്പാൻ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നമ്മൾ സ്വപ്നം കണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് അഭിഷിക്തന്മാർ ദേശത്തെ നോക്കി പ്രവചിച്ച പ്രവചന ശബ്ദങ്ങൾ നമ്മുടെ തലമുറയിൽ അത് നിവൃത്തീകരിക്കപ്പെടുവാൻ നമ്മളൊരു സ്റ്റെപ്പ് എടുക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം നിൽക്കാം. നമുക്കൊരുമിച്ച് യഹോവയുടെ ദാസന്മാരെ നമുക്ക് എഴുന്നേറ്റ് പണിയാം. ദൈവം നമുക്ക് കാര്യം സാധിപ്പിക്കും. ഹല്ലേലൂയ. ലെറ്റ്സ് സെലിബ്രേറ്റ് ജീസസ്. യേശുവിനെ നമുക്ക് ഒരുമിച്ച് ആയിരങ്ങളുടെ ഒപ്പം ചേർന്ന് യേശുവിനെ ഉയർത്താം. ബൈബിൾ പറയുന്നു, ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലമെങ്കിലേക്ക് ആകർഷിക്കും. ഇതിനകത്ത് നമുക്ക് ഉയർത്താൻ ഒരേ ഒരു നാമം, അത് യേശുവിൻ്റെ നാമമാണ്. ഹല്ലേലൂയ. സഭാ വ്യത്യാസമില്ലാതെ, സംഘടന വ്യത്യാസമില്ലാതെ നമ്മൾ ആ അത്ഭുത നാമത്തെ ആമേൻ നമ്മൾ പട്ടണത്തിൽ ഉയർത്തുന്നു. ഭാരതം യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവിക സമാധാനവും സ്വസ്ഥതയും ദേശത്തിൽ വെളിപ്പെടട്ടെ. ഇന്ത്യ യേശുവിനാൽ ബ്ലെസ്ഡ് ആകട്ടെ. കടന്നു വരിക, മിസ് ചെയ്യരുത്, മറക്കരുത്. നേരത്തെ തന്നെ കടന്നു വരിക. നിങ്ങളെ സീറ്റുകൾ ഉറപ്പാക്കണം. ഇത് സൗജന്യമാണ്, പ്രവേശനം സൗജന്യമാണ്. ഇതെല്ലാം കാണുമ്പോൾ പാസ് ഉണ്ടെന്ന് ചിന്തിക്കുക. പാസ്സില്ല, നിങ്ങൾ വരണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. നമ്മൾ ഒരുമിച്ച് ചെയ്യുവാണല്ലോ. നിങ്ങൾക്ക് കടന്നു വരാം. അതിനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്, പാർക്കിംഗ് ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. എല്ലാം ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാം ചന്തം ഉചിതമായി ചെയ്യുവാൻ, ജ്ഞാനത്തോടെ ചെയ്യുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിപ്പാൻ ഞങ്ങൾ ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താം. God bless you.